കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഡോക്ടർ വന്ദന കൊലപാതക കേസിലെ ശിക്ഷാവിധി പ്രസ്താവിക്കാൻ കോടതി മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി എം ജോസ് 24-നൊപ്പം ചേരുകയാണ്. ഈ കേസിലുടനീളം നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഈ സമയത്ത് എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലൊരു കേസിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ ആദ്യം കാണുന്നത് ഒരു നിസ്സഹായ ഒരു പെൺകുട്ടി, ഏക മകളായ ഒരു പിതാവിനും മാതാവിനും നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. അത് കേരള മനസാക്ഷി മൊത്തത്തിൽ ഞെട്ടിച്ചൊരു സംഭവമാണ്. അത് ഇത്രയും സൂക്ഷ്മതയോടെ കൃത്യതയോടെ കേരള മനസാക്ഷി നോക്കിക്കാണുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു വലിയ ചലഞ്ചിങ്ങാണ്. അപ്പോൾ അതിനോട് 100% നീതി പുലർത്തുക, നമുക്ക് സാധ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ അത് സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ നിലയ്ക്ക് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ചിങ്. ഈ സമയത്ത് പ്രതിക്ക് എടുക്കാവുന്ന ഒരു വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് അനന്തരത്തെ മാനസിക അവസ്ഥയെ അതിൻ്റെ ഒരു ഡിഫൻസ് എടുത്ത് അവർക്കത് കോടതി പ്രസൻറ്റ് ചെയ്യുമെന്നുള്ള നമ്മുടെ മുൻപേ കണ്ടതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രതിയുടെ അന്നത്തെ ആ സാഹചര്യത്തിൽ മാനസികാവസ്ഥ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യം ചെയ്തത്. അങ്ങനെ പരിശോധിച്ച സമയത്ത് എൻ്റെ ടെക്നിക്കൽ മെഡിക്കൽ ടീം അതിനകത്ത് അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണെന്ന് ചെറിയ സ്മാൾ സ്പെക്ട്രം ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു കണ്ടെത്തലുകൾ ഉണ്ടായെങ്കിൽ പോലും പ്രതി ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള അങ്ങനെ ഒരു പ്രശ്നങ്ങളെ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം. അതിൽ ഞങ്ങൾ പൂർണ്ണമായും വിജയിച്ചു എന്ന് ഞങ്ങൾ. സന്ദീപ് എന്ന് പറയുന്ന പ്രതി വന്ദനയെ മാത്രമല്ല, വന്ദനയെ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പും അതിനുശേഷവും ഒക്കെ പോലീസുകാരെ അവിടെ നിന്നവരെ ഒക്കെ ഇങ്ങനെ ആക്രമിക്കുകയാണ്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ടാണോ മാനസിക രോഗിയാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിച്ചത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആൻറ്റി സോഷ്യൽ ബിഹേവിയറാണ് ആ കാണിക്കുന്നത്. അദ്ദേഹത്തിന് അത് തന്നെ അത് മെഡിക്കൽ ബോർഡിൻ്റെ കണ്ടെത്തൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ ഉണ്ട്. ഇതേ പെരുമാറ്റം പുള്ളി കുടുംബത്തും വീട്ടിലും സ്വന്തം ഭാര്യയോടും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ തെളിവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക നിലയാണ് ആ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാൾ കണ്ടവരെ എല്ലാവരെയും, അവരുടെ മുമ്പിലുള്ള എല്ലാവരെയും അയാൾ കീഴ്പ്പെടുത്താനും കൊലപ്പെടുത്താനും ശ്രമം നടത്തിയത്. 2023 നടന്ന സംഭവം 2026 മറ്റന്നാൾ ശിക്ഷ വിധിക്കാൻ പോകുന്നു. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് പ്രതി സന്ദീപിന് എന്ത് ശിക്ഷ വേണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ആ മാതാപിതാക്കളോട് ആ നഷ്ടം, അവരനുഭവിച്ച ആ യാതന, വേദന, അതിനോട് പൂർണ്ണമായ നീതി പുറത്തക്കത്തക്ക രീതിയിൽ ഒരു വിധി ഉണ്ടാകുമെന്ന് മാത്രമാണ് പ്രതീക്ഷ. വന്ദനാദാസിന്റെ കുടുംബത്തിന് നീതി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രതീക്ഷ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.